കർണാടക ഉള്ളാൾ കൊട്ടേക്കർ സഹകരണ ബാങ്കിൽ കവർച്ച നടത്തിയ കേസിൽ 3 പേർ പിടിയിലായിരിക്കുന്നു. പ്രതികളിൽ നിന്നും തോക്കുൾപ്പെടെ പോലീസ് പിടിച്ചെടുത്തു. സരീഷ് പി കെ ചേർന്നു. സരീഷ്, പട്ടാപ്പകൽ നടന്ന വൻ കവർച്ചയാണ്. ഈ പ്രതികളെ എങ്ങനെയാണ് പോലീസ് പിടികൂടിയത്? വിവരങ്ങൾ. 3 ദിവസമായി കേരളത്തിലും കർണാടകയിലും അതിവിദഗ്ധമായ പരിശോധനയായിരുന്നു കർണാടക പോലീസിന്റെയും കേരള പോലീസിന്റെയും ഭാഗമായി നടന്നത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 ദിവസമായി ഈ ചില കൊട്ടേഷൻ സംഘങ്ങളെയും മുൻപ് കവർച്ച നടത്തിയ സംഘങ്ങളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. അതിലാണ് ഇപ്പോൾ 3 പേർ പിടിയിലായിരിക്കുന്നത് എന്നാണ് നമുക്ക് കർണാടകത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. പക്ഷേ ആരാണ് പിടിയിലായിട്ടുള്ളത്, ഇവർക്ക് മുൻപ് ഏതെങ്കിലും കേസുമായി ബന്ധമുണ്ടോ, അതോടൊപ്പം തന്നെ എവിടെ നിന്നാണ് പിടിയിലായത് തുടങ്ങിയ കാര്യങ്ങൾ ഇതുവരെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം നൽകാൻ കർണാടക പോലീസ് തയ്യാറായിട്ടില്ല. പക്ഷെ എന്തായാലും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേർ തന്നെയാണ് പിടിയിലായിരിക്കുന്നത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇവരെ കുറിച്ചുള്ള ഒരു അല്ലെങ്കിൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇവർ സംസ്ഥാനം വിട്ടുപോയിട്ടുണ്ട് എന്നായിരുന്നു, അതായത് കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സംശയിച്ചതെങ്കിലും വാഹനം മാറി വീണ്ടും കർണാടകയിലെ ചില മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് തങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന അന്വേഷണ സംഘം കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ആളുകൾ അല്ലെങ്കിൽ കൊള്ള നടത്തിയ സംഘങ്ങൾ ഒളിക്കാൻ സാധ്യതയുള്ള ചില സങ്കേതങ്ങൾ കേന്ദ്രീകരിച്ച് കർണാടക പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി. അതോടൊപ്പം തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. ഒരു തരത്തിലും ഈ കേസിൽ വീഴ്ച ഉണ്ടാവരുത്, എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടണം എന്ന് കൃത്യമായി നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേക ടീമായിരുന്നു അന്വേഷണം നടത്തിയത്. കൃത്യമായി ഇത്തരം മേഖലകളിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ 3 അംഗ സംഘത്തെ പിടികൂടിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഘത്തിൽ നിന്നും തോക്കുൾപ്പെടെയുള്ളവ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എത്രത്തോളം പണം, ഏതാണ്ട് 12 കോടിയോളം രൂപയാണ് പട്ടാപ്പകൽ നടന്ന ഈ കൃത്യത്തിലൂടെ ഈ അക്രമികൾ കൈക്കലാക്കിയത്. അതിൽ എത്രത്തോളം പണം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായി വ്യക്തതയില്ല. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ കൃത്യമായി ആരൊക്കെയാണ് പിടിയിലായിട്ടുള്ളത്, ഒപ്പം തന്നെ ഇവരെ എവിടെ വെച്ചാണ് പിടിച്ചിട്ടുള്ളത്, അതോടൊപ്പം എത്രത്തോളം പണം, ഒപ്പം തന്നെ ഇവർ എങ്ങനെയാണ് ഈ കൃത്യത്തിൽ പങ്കാളികളായത്, മറ്റ് പ്രതികൾ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത മണിക്കൂറിൽ തന്നെ വ്യക്തമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ സരീഷ്, വ്യക്തമാണ്. കർണാടക ഉള്ളാൾ കൊട്ടേക്കർ സഹകരണ ബാങ്കിലെ വൻ കവർച്ച, ഈ കവർച്ചാ കേസിൽ 3 പേരെ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇവരിൽ നിന്ന് ആയുധങ്ങളും കണ്ടെടുത്തിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സരീഷ് പി കെ.